ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ വിവിധ പുസ്തകങ്ങളെ ആഴമേറിയ അർത്ഥത്തിൽ അപഗ്രഥിക്കാനും പഠിക്കാനും നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. യൂദിത്ത് എന്ന ധീരയായ യഹൂദ വനിതയുടെ കഥകളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യൂദിത്തിൻ്റെ പുസ്തകത്തിൻ്റെ 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. 11-ാം അധ്യായത്തിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഹോളോഫർണസ് എന്ന കൽദായ സൈന്യാധിപൻ്റെ കൂടാരത്തിൻ്റെ മുൻപാകെ എത്തിയ യൂദിത്തിനെ ഹോളോഫർണസ് സ്വീകരിക്കുന്നു. രണ്ടാമതായി, ഹോളോഫർണസിനോട് തൻ്റെ ആഗമന ഉദ്ദേശ്യം എന്ത് എന്ന് വ്യക്തമാക്കുന്നതിനായി ഹോളോഫർണസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് യൂദിത്ത് സംസാരിക്കുന്നു. ഏറ്റവും ഒടുവിൽ യൂദിത്തിൻ്റെ വാക്കുകളോട് ഹോളോഫർണസ് എപ്രകാരമാണ് പ്രതികരിക്കുന്നത്. ഈ 3 കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ പ്രധാനമായിട്ടുമുള്ളത്. ഇതിൽ ആദ്യത്തെ ഭാഗം ഹോളോഫർണസ് യൂദിത്തിന് നൽകിയ സ്വീകരണം എന്ത് എന്ന് നമ്മൾ വായിച്ച് വിശദീകരിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ ഭാഗത്ത്, അതായത് ഹോളോഫർണസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് യൂദിത്ത് സംസാരിക്കുന്ന ഭാഗത്ത് വീണ്ടും 3 കാര്യങ്ങളാണ് ഉള്ളത് എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതിൽ ആദ്യത്തേത്, യൂദിത്ത് ഹോളോഫർണസിനെ പുകഴ്ത്തി സംസാരിക്കുന്നതാണ്. യൂദിത്ത് ഹോളോഫർണസിനെ പുകഴ്ത്തി സംസാരിക്കുന്ന കാര്യങ്ങളുടെ വിശദീകരണം അല്പം കൂടി നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, ഹോളോഫർണസിനെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് പൊള്ളയായ വാക്കുകൾ കൊണ്ട്, ഒറ്റ നോട്ടത്തിൽ തന്നെ പൊള്ളയായ വാക്കുകൾ കൊണ്ട് യൂദിത്ത് പുകഴ്ത്തുകയാണ്. സർവ സൃഷ്ടികളെയും നയിക്കുന്നതിന് നെബൂഖദ്നേസർ നിശ്ചയിച്ച് ഉറപ്പിച്ച് നിയോഗിച്ചിട്ടുള്ളത് നിന്നെയാണ് എന്ന് ഹോളോഫർണസിനോട് പറയുന്നു. നീ മൂലം, ഹോളോഫർണസ് മൂലം മനുഷ്യർ നെബൂഖദ്നേസറിനെ സേവിക്കുന്നു എന്ന് പറയുന്നു. ഇത് രണ്ടും ഒരു പരിധിവരെ ഹോളോഫർണസിന് മനസ്സിലാക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഹോളോഫർണസിൻ്റെ സൈന്യാധിപൻ എന്ന നിലയിലുള്ള ജീവിതവുമായി ചേർന്ന് പോകുന്ന ഒന്നാണ്. എന്നാൽ ഇനിയുള്ള വാക്കുകൾ ശ്രദ്ധിക്കുക. മാത്രമല്ല, വയലിലെ മൃഗങ്ങളും കന്നുകാലികളും ആകാശത്തിലെ പറവകളും ജീവിക്കുന്നത് നെബൂഖദ്നേസറിനോടും അവൻ്റെ ഭവനത്തോട് വിധേയം പുലർത്തുന്ന നിന്റെ ശക്തിയാലത്രേ എന്ന് പറയുകയാണ്. ശുദ്ധ തട്ടിപ്പാണ് പറയുന്നതെന്ന് ബോധമുള്ള ആർക്കും മനസ്സിലാവും. വയലിലെ മൃഗങ്ങളും കന്നുകാലികളും ആകാശത്തിലെ പറവകളും ജീവിക്കുന്നത് പോലും ഹോളോഫർണസിൻ്റെ കഴിവ് കൊണ്ടാണ് എന്നാണ് പൊക്കി പറയുന്നത്. വീണ്ടും പറയുന്നു, നിന്റെ ജ്ഞാനത്തെയും സാമർത്ഥ്യത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിരിക്കുന്നു. എല്ലാ വിവരവും അറിയുന്നവനും വലിയ യുദ്ധതന്ത്രജ്ഞനുമായി ഈ രാജ്യത്ത് ഒരു നല്ല മനുഷ്യനുള്ളത് നീ മാത്രമാണെന്ന വിവരം ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. പൊള്ളയായ വാക്കുകൾ കൊണ്ട് നീ ഒരൊറ്റയാൾ മാത്രമാണ് എല്ലാം അറിയുന്നവൻ, ഏറ്റവും നല്ല മനുഷ്യൻ, നിൻ്റെ ഈ പുകൾ ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന വ്യാജോക്തി, നുണയാണ് സത്യത്തിൽ ഇവിടെ പറയുന്നത്. ഇത് മുഴുവൻ സത്യമാണ് എന്ന് ധരിക്കുന്നത്രയും വിഡ്ഢിയായിപ്പോയി ഹോളോഫർണസ് എന്നതിലാണ് അയാളുടെ പതനത്തിൻ്റെ തുടക്കം. അടുത്തതായി ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇവൾ യൂദിത്ത് ഹോളോഫർണസിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: അങ്ങയുടെ ദാസിയായ എൻ്റെ വാക്കുകൾ ശ്രവിച്ചാലും ഈ രാത്രി എൻ്റെ യജമാനനോട് ഞാൻ ഒരു അസത്യവും പറയുകയില്ല. ഇവിടെ പൗരസ്ത്യ ദേശങ്ങളിൽ പതിവായി ഉപയോഗിക്കുന്ന ശൈലിയിലാണ്
സ്വയം ദാസിയാണെന്നും അടിമയാണെന്നുമൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് യൂദിത്ത് തൻ്റെ സംഭാഷണം ആരംഭിക്കുന്നത്. അത് ഹോളോഫർണസിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഈ രാത്രിയിൽ എൻ്റെ യജമാനനോട് ഞാൻ ഒരു അസത്യവും പറയുകയില്ല എന്ന് യൂദിത്ത് ഇവിടെ പറയുമ്പോൾ അതിന് ദ്വയാർത്ഥങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഇവിടെ ഉപയോഗിക്കുന്ന യജമാനൻ എന്ന പദം, ലോർഡ് എന്ന് ഇംഗ്ലീഷിൽ കാണുന്ന ഹൊക്യൂരിയോസ് എന്ന ഗ്രീക്ക് പദമാണത്. സത്യത്തിൽ ഈ പദം ദൈവമായ കർത്താവിനെ സൂചിപ്പിക്കാനായി ഉപയോഗിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഒരേ സമയം യജമാനൻ, ലോർഡ്, ക്യൂരിയോസ് എന്ന പദം യൂദിത്തിൻ്റെ യഥാർത്ഥ യജമാനനായ ദൈവമായ കർത്താവിനെ സൂചിപ്പിക്കുന്നു. പക്ഷേ ഇത് കേൾക്കുന്ന ഹോളോഫർണസ് അയാളെക്കുറിച്ചാണിത് പറയുന്നതെന്ന് ചിന്തിക്കുന്നു. അതായത് യൂദിത്ത് സത്യത്തിൽ അഭിസംബോധന ചെയ്ത് യജമാനൻ എന്ന് പറയുന്നത് അവരുടെ യഥാർത്ഥ യജമാനായ ദൈവമായ കർത്താവിനെയാണ്. എന്നാൽ ഇത് കേൾക്കുന്ന ഹോളോഫർണസ് ധരിക്കുന്നത് യൂദിത്ത് തന്നെയാണ് ലോർഡ്, യജമാനൻ എന്ന് അഭിസംബോധന ചെയ്യുന്നത് എന്നാണ്. അടുത്തതായി അവൾ പറയുന്ന മറ്റൊരു കാര്യം, ഈ ദാസി പറയുന്നതനുസരിച്ച് പ്രവർത്തിച്ചാൽ ദൈവം അങ്ങ് മുഖാന്തരം പലതും നിർവഹിക്കും എന്നാണ് അവൾ പറയുന്നത്. 6-ാം വാക്യത്തിലാണത്. ഈ ദാസി പറയുന്നതനുസരിച്ച് പ്രവർത്തിച്ചാൽ ദൈവം അങ്ങ് മുഖാന്തരം പലതും പ്രവർത്തിക്കും. എന്താണ് ഇതിനർത്ഥം? നെബൂഖദ്നേസറിനെ ദൈവമായി കരുതുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്ന ഹോളോഫർണസിൻ്റെ മുൻപിൽ സ്വന്തം ദൈവത്തെ, ദൈവമായ കർത്താവിനെ കുറിച്ച് പറയാൻ യൂദിത്ത് കാണിക്കുന്ന ധൈര്യം നമ്മളിവിടെ ശ്രദ്ധിക്കണം. ഇതിനു മുൻപ് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, ഹോളോഫർണസ് പറയുന്നുണ്ട് സർവത്തിൻ്റെയും അധിപനായ ദൈവം എന്നത് നെബൂഖദ്നേസർ രാജാവാണ്. നെബൂഖദ്നേസർ രാജാവ് എന്ന ഒരു ദൈവമല്ലാതെ വേറെ ദൈവമില്ല. അങ്ങനെ വിശ്വസിക്കുകയും അത് പ്രഘോഷിക്കുകയും ചെയ്യുന്ന ഹോളോഫർണസിൻ്റെ മുമ്പിൽ ചെന്നിട്ട് യൂദിത്ത് പറയുകയാണ്, എനിക്കൊരു ദൈവമുണ്ട്, ആ ദൈവമായ കർത്താവ് അങ്ങ് മുഖാന്തരം പലതും പ്രവർത്തിക്കുമെന്ന്. അതായത് ശത്രുവിൻ്റെ മടയിൽ കയറി ചെന്ന് സ്വന്തം ദൈവത്തെക്കുറിച്ച് പറയാനുള്ള ധൈര്യം ഈ സ്ത്രീ, യഹൂദ വനിത കാണിക്കുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. മാത്രമല്ല, ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തിന് അനുകൂലമായി പ്രവർത്തിക്കുമ്പോൾ ഹോളോഫർണസും ഒരു ഉപകരണമാക്കപ്പെടും എന്ന സത്യവും യൂദിത്തിൻ്റെ വാക്കുകൾക്കിടയിൽ നിന്ന് വായനക്കാരായി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഹോളോഫർണസ് എന്ന വ്യക്തി, അയാളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇസ്രായേലിൻ്റെ രക്ഷയുമായി ദൈവിക ഇടപെടലിൻ്റെ സമയത്ത് നിർണായകമായി തീരുകയും ഹോളോഫർണസ് ഒരു ഉപകരണമാക്കപ്പെടുകയും ചെയ്യും എന്ന സത്യവും യൂദിത്ത് വ്യക്തമാക്കുകയാണ്. ഇവിടെ ഇത്തരത്തിൽ ഒരു കാര്യം പറയുകയും മറ്റൊന്ന് ഉദ്ദേശിക്കുകയും ചെയ്യുക, ദ്വയാർത്ഥത്തിൽ സംസാരിക്കുക. ഇത് ചരിത്രം എഴുതുന്ന പലയിടങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കാം. ഹെറോഡോട്ടസ് എന്ന് പറയുന്ന ചരിത്രകാരൻ എഴുതിയ ഒരു കാര്യത്തിൽ നിന്നാണ്. ലിദിയയിലെ രാജാവായിരുന്ന ക്രോയേസൂസിനെ കുറിച്ച് ഹെറോഡോട്ടസ് ഒരു സംഭവം സൂചിപ്പിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. ലിദിയയിലെ രാജാവായിരുന്ന ഈ ക്രോയേസൂസിന് ഡെൽഫി ഒറക്കിൾ അല്ലെങ്കിൽ ഡെൽഫിയിലെ വെളിപാടിൽ നിന്നൊരു സന്ദേശം ലഭിക്കുന്നു. അക്കാലത്ത് അറിയാം, ഗ്രീസിലെ ഡെൽഫി എന്ന സ്ഥലത്തുണ്ടായിരുന്ന അമ്പലത്തിൽ നിന്നും വെളിപാട് സന്ദേശം നൽകുമായിരുന്നു. അത് ഭാവിയെക്കുറിച്ചുള്ള സന്ദേശമായിട്ട് അവർ വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. അതിനെയാണ് ഡെൽഫി ഒറക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ലിദിയയിലെ മഹാരാജാവായിരുന്ന ക്രോയേസൂസിന് ഈ ഡെൽഫിയിൽ നിന്ന് ഒരു വെളിപാട് ലഭിക്കുകയാണ്. എന്താണ് വെളിപാട്?
നീ ഹാലിസ് നദി കടന്നാൽ ഒരു വലിയ സാമ്രാജ്യം തകരും എന്നാണ് വെളിപാട്. നീ ഹാലിസ് നദി കടന്നാൽ ഒരു വലിയ സാമ്രാജ്യം തകരും. അപ്പോൾ ഈ സമയം ക്രയോസസിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മുമ്പിൽ ശത്രുപക്ഷത്ത് ഒരു വലിയ സാമ്രാജ്യം ഉണ്ടായിരുന്നു. അത് പേർഷ്യൻ സാമ്രാജ്യമാണ്. അപ്പോൾ ഡൽഹിയിലെ വെളിപാട് പറയുന്നത് ഈ പേർഷ്യക്കാരുടെ തകർച്ചയായിരിക്കും. അതായത് താൻ ഹാലിസ് നദി അങ്ങോട്ട് കടക്കുകയാണെങ്കിൽ പേർഷ്യക്കാർ തകർന്നു പോകും എന്നാണ് ഡൽഹിയിലെ ഒറക്കിൾ പറയുന്നത് എന്ന് കരുതി ശത്രുരാജ്യമായ പേർഷ്യക്കാരെയാണ് ഈ വെളിപാട് ഉദ്ദേശിക്കുന്നതെന്ന് കരുതി ഈ ക്രൊയേസൂസ് എന്ന ലിദിയൻ രാജാവ് അപ്പോൾ തന്നെ ഹാലിസ് നദി കടന്നു. പക്ഷേ നദി കടന്ന് അക്കരെ എത്തിയപ്പോൾ ഈ ക്രൊയേസൂസ് എന്ന രാജാവ് കൊല്ലപ്പെടുകയാണ്. എന്താണ് കാരണം? കാരണം ഡൽഹിയിലെ ഒറക്കിൾ, ഡൽഹിയിലെ വെളിപാട് ഉദ്ദേശിച്ചിരുന്ന മഹത്തായ സാമ്രാജ്യം പേർഷ്യയായിരുന്നില്ല, ലിദിയയായിരുന്നു. അപ്പോൾ ലിദിയയിലെ രാജാവായ ക്രൊയേസൂസ് ഹാലിസ് നദി കടന്നു, അയാൾ കൊല്ലപ്പെട്ടു. അതോടെ മഹത്തായ ലിദിയ സാമ്രാജ്യം നശിക്കുന്നു. ക്രൊയേസൂസ് അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചു. അതുപോലെ ഇവിടെ ഇനി യൂദിത്ത് പറയുന്ന എല്ലാ വാക്കുകളെയും ഹോളോഫെർണസ് അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. യൂദിത്ത് പറയുന്ന വാക്കുകളിലെല്ലാം ഇത്തരത്തിലൊരു രണ്ട് അർത്ഥതലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. അടുത്തതായി യൂദിത്ത് ആഖിയോർ പറഞ്ഞ കാര്യങ്ങൾ ഹോളോഫെർണസിന് മുമ്പിൽ ഉദ്ധരിക്കുകയും അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുകയാണ്. ആദ്യം അതിനെക്കുറിച്ച് വായിക്കാം, അതിനുശേഷം അത് വ്യാഖ്യാനിക്കാം. 11-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 15 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഈ സമയം നമുക്ക് എല്ലാവർക്കും വിശുദ്ധ ഗ്രന്ഥം ഒന്ന് കയ്യിലെടുക്കാം. യൂദിത്തിൻ്റെ പുസ്തകം 11-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. നിന്റെ സദസ്സിൽ ആഖിയോർ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞു. ബത്തൂലിയക്കാർ അവനെ ഉപദ്രവിക്കാത്തതിനാൽ നിന്നോട് പറഞ്ഞതെല്ലാം അവൻ അവരോടും പറഞ്ഞു. അതിനാൽ എൻ്റെ യജമാനനും നാഥനുമായ നീ അവൻ പറഞ്ഞത് അവഗണിക്കുകയോ വിസ്മരിക്കുകയോ അരുത്. അത് സത്യമാണ്. തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്താലല്ലാതെ ഞങ്ങളുടെ ജനത്തെ ശിക്ഷിക്കാനോ വാളിനിരയാക്കാനോ ആർക്കും സാധിക്കുകയില്ല. എൻ്റെ യജമാനൻ പരാജയപ്പെടുകയോ അവൻ്റെ ലക്ഷ്യങ്ങൾ വിഫലമാവുകയോ ഇല്ല. കാരണം മരണം അവരുടെ മേൽ വീഴും. തെറ്റു ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് പോലെ ദൈവം കോപിക്കത്തക്ക വിധം അവർ പാപം ചെയ്തിരിക്കുന്നു. അവർ ശേഖരിച്ച ഭക്ഷണ സാധനങ്ങൾ തീർന്നു, വെള്ളവും തീരാറായി. നാൽക്കാലികളെ കൊല്ലാൻ അവർ ആലോചിക്കുന്നു. ദൈവം തൻ്റെ നിയമത്താൽ വിലക്കിയ ഭക്ഷണം കഴിക്കാനും അവർ ഉറപ്പിച്ചിരിക്കുന്നു. ജെറുസലേമിൽ തങ്ങളുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർക്കായി സമർപ്പിക്കപ്പെട്ട ധാന്യത്തിൻ്റെ ആദ്യഫലവും വീഞ്ഞിൻ്റെയും എണ്ണയുടെയും ദശാംശവും ഭക്ഷിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. ജനത്തിൽ ആരെങ്കിലും അത് കൈകൊണ്ട് തൊടുന്നതുപോലും നിയമവിരുദ്ധമാണ്. ജെറുസലേം നിവാസികൾ പോലും ഇങ്ങനെ ചെയ്യുന്നതിനാൽ ആലോചനാ സംഘത്തിൽ നിന്നുള്ള അനുവാദത്തിന് അവർ അങ്ങോട്ട് ആളയച്ചിരിക്കുന്നു. അനുവാദം ലഭിച്ച് അങ്ങനെ പ്രവർത്തിക്കുന്ന ദിവസം തന്നെ അവിടുന്ന് അവരെ നശിപ്പിക്കാൻ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഇവിടെ യൂദിത്ത് അമ്മോന്യനായ ആഖിയോർ ഹോളോഫെർണസിനോടും സഹചരന്മാരോടും പറഞ്ഞ കാര്യങ്ങൾ ഹോളോഫെർണസിനെ ഓർമ്മിപ്പിക്കുകയാണ്. സത്യത്തിൽ എന്തായിരുന്നു അമ്മോന്യനായ ആഖിയോർ ഹോളോഫെർണസിനോട് പറഞ്ഞത്? അമ്മോന്യനായ ആഖിയോർ ഹോളോഫെർണസിനോട് പറഞ്ഞത്, ഇസ്രായേൽ ജനം ദൈവമായ കർത്താവിനെ എതിരെ പാപം ചെയ്താലല്ലാതെ ആ ജനത്തെ പരാജയപ്പെടുത്താനോ ശിക്ഷിക്കാനോ വാളിനിരയാക്കാനോ ആർക്കും സാധ്യമാവുകയില്ല. കാരണം ദൈവമായ കർത്താവ് അവർക്ക് സംരക്ഷണം നൽകും. ഇത്രയും പറഞ്ഞതിനാണ്
ഹോളോഫർണസ് ഈ ആഖിയോറിനെ നാടുകടത്തുകയും പ്രഹരിക്കുകയും ഇസ്രായേൽക്കാരുടെ ബത്തൂലിയക്കാരുടെ പരിധിയിൽ കൊണ്ട് ഉപേക്ഷിക്കുകയും ചെയ്തത്. ഇതേ കാര്യം തന്നെയാണ് ഇപ്പോൾ യൂദിത്തും പറയുന്നത്. യൂദിത്ത് പറയുകയാണ്, ആ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ആഖിയോർ പറഞ്ഞ വസ്തുതകളെ യൂദിത്ത് നിരാകരിക്കുന്നതേയില്ല. എന്നാൽ ആഖിയോറിൻ്റെ വാക്കുകളെ ഹോളോഫർണസിന് അനുകൂലമായിട്ട് യൂദിത്ത് വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയും രണ്ട് തരത്തിലുള്ള അർത്ഥതലങ്ങൾ, രണ്ട് ദ്വയാർത്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. യൂദിത്ത് പറയുന്നു, അത് സത്യമാണ്, തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്താലല്ലാതെ ഞങ്ങളുടെ ജനത്തെ ശിക്ഷിക്കാനോ വാളിനിരയാക്കാനോ ആർക്കും സാധിക്കുകയില്ല. ഇത് സത്യസന്ധമായ കാര്യമാണെന്ന് യൂദിത്ത് പറയുന്നു. പക്ഷേ ഹോളോഫർണസ് അവളെ കൊല്ലുന്നില്ല. അപ്പോഴും ഹോളോഫർണസ് അവളെ വിശ്വസിക്കുകയും അവളുടെ സൗന്ദര്യത്തിൽ മതിമറന്നു നിൽക്കുകയും ചെയ്യാം. 11-ാം വാക്യത്തിൽ യൂദിത്ത് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. എൻ്റെ യജമാനൻ പരാജയപ്പെടുകയോ അവൻ്റെ ലക്ഷ്യങ്ങൾ വിഫലമാവുകയോ ഇല്ല, കാരണം മരണം അവരുടെ മേൽ വീഴും. ഇത് പെട്ടെന്ന് വായിക്കുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ ഹോളോഫർണസ് ചിന്തിക്കുന്നു, ഇത് തന്നെക്കുറിച്ചാണ് പറയുന്നത്. താനാണിപ്പോൾ യൂദിത്തിൻ്റെ യജമാനൻ. അങ്ങനെ യൂദിത്തിൻ്റെ യജമാനനായിരിക്കുന്ന എനിക്ക് പരാജയമുണ്ടാവുകയില്ല എന്നും എൻ്റെ ലക്ഷ്യങ്ങൾ വിഫലമാവുകയില്ല എന്നുമാണ് യൂദിത്ത് പറയുന്നതെന്ന് ഹോളോഫർണസ് ധരിക്കുന്നു. പക്ഷേ യൂദിത്ത് സത്യത്തിൽ പറയുന്നത് എൻ്റെ യജമാനൻ എന്ന ദൈവമായ കർത്താവിനെ കുറിച്ചാണ്. അങ്ങനെ വായിക്കുമ്പോൾ ഈ വചനം കുറച്ചുകൂടി വ്യക്തമാവും. എൻ്റെ യജമാനൻ, എൻ്റെ യജമാനായ ദൈവമായ കർത്താവ് പരാജയപ്പെടുകയോ അവൻ്റെ ലക്ഷ്യങ്ങൾ വിഫലമാവുകയോ ഇല്ല. അപ്പോൾ ഇവിടെയെല്ലാം ഈ യജമാനൻ എന്ന പദം ദ്വയാർത്ഥത്തിൽ ഉപയോഗിക്കുകയാണ്. രണ്ടാമതായി യൂദിത്ത് ഹോളോഫർണസിൻ്റെ മുമ്പിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഇസ്രായേൽ ജനം പാപം ചെയ്താൽ അവരുടെ ദൈവം അവരെ സംരക്ഷിക്കുകയില്ല. ഹോളോഫർണസും സൈന്യവും ചുറ്റും ഉപരോധിച്ച് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ബത്തൂലിയ നിവാസികൾ ദൈവമായ കർത്താവിനെതിരെ പാപം ചെയ്തു തുടങ്ങിയിരിക്കുന്നു. ബത്തൂലിയ നിവാസികൾ അവരുടെ ദൈവമായ കർത്താവിനെതിരായി പാപം ചെയ്യുന്നത് ദൈവദത്തമായ കൽപ്പനകളുടെ നിരാസത്തിലൂടെയാണ്, കൽപ്പനകൾ ലംഘിച്ചുകൊണ്ടാണ്. കൊടും പട്ടിണി മൂലം ഭക്ഷണം സംബന്ധിച്ച ദൈവനിയമങ്ങൾ അവർ ഇതാ ലംഘിച്ചു തുടങ്ങിയിരിക്കുന്നു. നിയമത്തിന് വിരുദ്ധമായി നാൽക്കാലികളെ കൊന്നു തിന്നാൻ അവർ തീരുമാനിക്കുന്നു, അവയുടെ രക്തം കുടിക്കാൻ തീരുമാനിക്കുന്നു, കാരണം അവർക്ക് വെള്ളമില്ല. കൂടാതെ പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കാനായി മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള ആദ്യ ഫലങ്ങൾ അവർ ഭക്ഷിക്കാൻ തുടങ്ങുന്നു. എന്ന് പറഞ്ഞാൽ ധാന്യത്തിൻ്റെ ആദ്യ ഫലം, വീഞ്ഞിൻ്റെയും എണ്ണയുടെയും ദശാംശം, ഇതെല്ലാം പുരോഹിതന്മാർക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കപ്പെട്ടതാണ്. പക്ഷെ കൊടും പട്ടിണി മൂലം ദൈവത്തിനും ദൈവത്തിൻ്റെ പുരോഹിതന്മാർക്കും വേണ്ടി സമർപ്പിക്കപ്പെട്ടത് കൈകൊണ്ട് സ്പർശിക്കുന്നത് പോലും നിയമവിരുദ്ധമായിരിക്കെ അവരതെല്ലാം ചെയ്യാനായിട്ട് തുടങ്ങുന്നു എന്ന് യൂദിത്ത് സമർത്ഥിക്കുന്നു. അതായത് ബത്തൂലിയ നിവാസികൾ പാപം ചെയ്യാൻ പോകുന്നു, ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരാകരിക്കാൻ പോകുന്നു. അവരുടെ സാഹചര്യം കൊണ്ടാണ്, പക്ഷേ അവർ ചെയ്യാൻ പോകുന്നത് പാപമാണ്. അങ്ങനെ പാപം ചെയ്താൽ ഒരു കാരണവശാലും പിന്നീട് അവർക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം ലഭിക്കില്ല. ബത്തൂലിയ നിവാസികൾ മാത്രമല്ല, ജെറുസലേം നിവാസികൾ പോലും ഇപ്രകാരം പാപം ചെയ്യുന്നതിന് ആലോചനാ സംഘത്തിൻ്റെ അനുവാദവും തേടിയിരിക്കുകയാണ്. അനുവാദം ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരും ഇത്തരത്തിലുള്ള ഭക്ഷണവും ദശാംശത്തിൻ്റെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവരും ശാപം അവരുടെ മേൽ വരുത്തി വയ്ക്കുന്ന വിധത്തിൽ പാപം ചെയ്യുന്ന ദിവസം വരുന്നു. ഇങ്ങനെ പാപം ചെയ്താൽ അന്ന് തന്നെ അവരുടെ നാശമെടുക്കും. കാരണം അങ്ങനെ പാപം ചെയ്യുന്ന ജനത്തെ ദൈവം പിന്നെ സംരക്ഷിക്കുകയില്ല. സത്യത്തിൽ ആഖിയോർ പറഞ്ഞ കാര്യത്തെ വളച്ചൊടിച്ച് മറ്റൊരു രീതിയിൽ ഹോളോഫർണസിന് അനുകൂലമായി വ്യാഖ്യാനിക്കുകയും, ഇതാ ജനം പാപം ചെയ്യാൻ പോകുന്നു, അതിനാൽ നിനക്ക് അവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള സമയം അടുത്തു വരുന്നു എന്നുമാണ്
യൂദിത്ത് ഇവിടെ പറയുന്നത്. അടുത്തതായി മൂന്നാമതായിട്ട് യൂദിത്ത് താൻ ദൈവഭയമുള്ളവളാണ് എന്ന് ഹോളോഫർണസിന് മുമ്പിൽ സമർത്ഥിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് വായിക്കാം. 11-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളാണ്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. അതിനാൽ നിന്റെ ഈ ദാസി വിവരങ്ങൾ അറിഞ്ഞപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് ഓടിപ്പോന്നതാണ്. ലോകത്തെ മുഴുവൻ കേൾക്കുന്നവരെയെല്ലാം ആശ്ചര്യപ്പെടുത്തുന്ന കാര്യങ്ങൾ നിന്നോടൊത്ത് നിർവഹിക്കാൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു. ഈ ദാസി സ്വർഗത്തിലെ ദൈവത്തെ രാപകൽ സേവിക്കുന്ന ഭക്തയാണ്. നാഥ, ഞാൻ നിന്നോടൊത്ത് വസിക്കും. ഓരോ രാത്രിയും നിന്റെ ദാസി താഴ്വരയിലേക്ക് പോയി ദൈവത്തോട് പ്രാർത്ഥിക്കും. അവർ പാപം ചെയ്യുമ്പോൾ ദൈവം അത് എന്നോട് പറയും. ഞാൻ വന്ന് നിന്നെ അതറിയിക്കും. അപ്പോൾ നിനക്ക് സൈന്യസമേതം പുറപ്പെടാം. ആർക്കും ചെറുക്കാൻ കഴിയുകയില്ല. ഞാൻ നിന്നെ യൂദയായുടെ നടുവിലൂടെ ജെറുസലേമിലേക്ക് നയിക്കും. അതിൻ്റെ മധ്യത്തിൽ നിന്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും. നീ അവരെ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ നയിക്കും. നിനക്കെതിരെ കുരയ്ക്കാൻ പട്ടി പോലും വാ തുറക്കുകയില്ല. ദീർഘദർശന ശക്തിയാൽ എനിക്കിതെല്ലാം അറിയാൻ കഴിഞ്ഞു. ഇത് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. നിന്നോട് പറയാൻ ഇതാ ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ലോകത്തെ മുഴുവൻ കേൾക്കുന്നവരെയെല്ലാം ആശ്ചര്യപ്പെടുത്തുന്ന കാര്യങ്ങൾ നിന്നോടൊത്ത് നിർവഹിക്കാൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഹോളോഫർണസിന് മുമ്പിൽ യൂദിത്ത് പറയുകയാണ്. യൂദിത്തിൻ്റെ ഈ വാക്കുകളും ഇതുവരെ നമ്മൾ കണ്ട വാക്കുകൾ പോലെ തന്നെ 2 അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. ഈ വാക്കുകളിലൂടെ യൂദിത്ത് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് തൻ്റെ കൈകളിലൂടെയുള്ള ഹോളോഫർണസിൻ്റെ മരണവും അതുമൂലം ദൈവജനത്തിന് ലഭിക്കാൻ പോകുന്ന രക്ഷയുമാണ്. അത് ലോകത്തെ മുഴുവൻ കേൾക്കുന്നവരെയെല്ലാം ആശ്ചര്യപ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കും. അതേസമയം ഹോളോഫർണസ് ചിന്തിക്കുന്നത് ബത്തൂലിയ നിവാസികളുടെ മേലുള്ള തൻ്റെ വലിയ വിജയത്തെക്കുറിച്ചും അതുവഴി ശോഭനമാകാൻ പോകുന്ന തൻ്റെ ഭാവി ജീവിതത്തെക്കുറിച്ചുമാണ് യൂദിത്ത് പറയുന്നത് എന്നാണ്. പ്രത്യക്ഷത്തിൽ ഹോളോഫർണസിന് അനുകൂലമായാണ് യൂദിത്ത് സംസാരിക്കുന്നത് എങ്കിലും തൻ്റെ ദൈവമായ കർത്താവിലുള്ള അടിയുറച്ച വിശ്വാസവും ശരണവും തങ്ങളുടെ ശത്രുവിൻ്റെ മുമ്പിലും യൂദിത്ത് പറയുന്നുണ്ട്. യൂദിത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. യൂദിത്ത് പറയുകയാണ്, ദൈവം എന്നെ അയച്ചിരിക്കുന്നു. ഈ ദാസി സ്വർഗത്തിലെ ദൈവത്തെ രാപകൽ സേവിക്കുന്ന ഭക്തയാണ്. ഓരോ രാത്രിയും നിന്റെ ദാസി താഴ്വരയിലേക്ക് പോയി ദൈവത്തോട് പ്രാർത്ഥിക്കും. അവർ പാപം ചെയ്യുമ്പോൾ ദൈവം എന്നോട് പറയും. ചുരുക്കത്തിൽ ദൈവവുമായിട്ടുള്ള തൻ്റെ ബന്ധം ആവർത്തിച്ച് ശത്രു പക്ഷത്തെ സൈന്യാധിപൻ്റെ മുമ്പിൽ ഏറ്റുപറയുകയാണ് യൂദിത്ത്. ഈ വാക്കുകളിലൂടെ സത്യത്തിൽ യൂദിത്ത് തൻ്റെ അടിയുറച്ച ദൈവവിശ്വാസം പ്രഘോഷിക്കുകയോട് ചെയ്യുകയാണ്. ഇത് ഒരു വലിയ പാഠമാണ്. ഏത് ശത്രുവിൻ്റെ മുൻപിലും തൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം കോംപ്രമൈസ് ചെയ്യാൻ, തൻ്റെ ദൈവത്തിലുള്ള വിശ്വാസത്തെ നിരാകരിക്കാൻ യൂദിത്ത് തയ്യാറാകുന്നില്ല. അവിടെ അത് ഏറ്റുപറയാനായിട്ടുള്ള ചങ്കുറപ്പ് യൂദിത്ത് കാണിക്കുന്നുണ്ട്. ഇനി ബത്തൂലിയക്കാരെ ആക്രമിക്കാനുള്ള ഏറ്റവും അനുകൂലമായ സാഹചര്യം ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി ഹോളോഫർണസിൻ്റെ കൂടെ അതേ കൂടാരത്തിൽ താമസിക്കാനുള്ള അനുവാദം കൂടി യൂദിത്ത് ഇപ്പോൾ ഹോളോഫർണസിനോട് ചോദിക്കുകയാണ്. ബത്തൂലിയക്കാർ പാപം ചെയ്യുന്ന അവസരത്തിലാണ് ഹോളോഫർണസ് ആക്രമണം നടത്തേണ്ടത്. കാരണം അപ്പോൾ അവർക്ക് അവരുടെ ദൈവമായ കർത്താവിൻ്റെ സംരക്ഷണം ഉണ്ടാവില്ല. എപ്പോഴാണ് ബത്തൂലിയക്കാർ പാപം ചെയ്യുന്നത്, എപ്പോഴാണ് അവരെ ആക്രമിക്കേണ്ടത് തുടങ്ങിയുള്ള സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ദീർഘദർശനം നടത്താൻ കഴിവുള്ളവളായ തന്നോട് ദൈവം സംസാരിക്കും. ഇസ്രായേൽ പാപം ചെയ്യുമ്പോഴൊക്കെ ദൈവം തന്നോട് പറയും. അതിനായി ഓരോ ദിവസവും രാത്രി താൻ താഴ്വരയിൽ പോയി പ്രാർത്ഥിക്കും. രാത്രികാലത്തെ പ്രാർത്ഥനയുടെ അറിയുന്ന വിവരങ്ങളെല്ലാം താൻ ഹോളോഫർണസിനെ അറിയിക്കും. ഇതൊക്കെയാണ് യൂദിത്ത്
ഹോളോ ഫർണസിൻ്റെ മുമ്പിൽ സമർപ്പിച്ച പദ്ധതി. താൻ ദൈവഭക്തയാണ്, ദീർഘദർശന കഴിവുള്ളവളാണ്, തന്നെ വിശ്വസിക്കുക, ഇസ്രായേൽക്കാർ പാപം ചെയ്താൽ പിന്നെ അവരുടെ ദൈവം അവരെ സംരക്ഷിക്കില്ല, അങ്ങനെ സംരക്ഷിക്കാതെ അവർ അപകടത്തിൽ ചെന്ന് ദൈവമായ കർത്താവ് അവരെ കൈവടിയുന്ന ആ സമയം ഏതാണെന്ന് രാത്രിയിലെ പ്രാർത്ഥനയിലൂടെ തനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് താൻ ഹോളോഫർണസിനോട് പറയും. അങ്ങനെ വരുമ്പോൾ ഹോളോഫർണസിന് വലിയ വിജയം നേടാൻ സാധിക്കും. ഈ പദ്ധതി പരിപൂർണമായിട്ടും ഹോളോഫർണസ് സ്വീകരിക്കുകയാണ്. യൂദത്ത് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, നീ അവരെ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ നയിക്കും, നിനക്കെതിരെ കുരയ്ക്കാൻ പട്ടി പോലും വാ തുറക്കുകയില്ല. എന്താണ് ഇതിനർത്ഥം? യഥാർത്ഥത്തിൽ ദൈവമായ കർത്താവാണ് ഇസ്രായേൽക്കാരുടെ ഇടയൻ. എന്നാൽ ഇസ്രായേൽക്കാർ പാപം ചെയ്യുമ്പോൾ ആ ഇടയൻ ഈ ജനത്തെ, ഈ ആടുകളെ ഉപേക്ഷിക്കും. അങ്ങനെ അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെയാകും. അങ്ങനെ വരുമ്പോൾ ആ ഇസ്രായേൽ ജനത്തെ അവരുടെ ഇടയൻ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ ആ ജനത്തിൻ്റെ നായകന്മാരായ കാവൽ പട്ടികളായ നേതാക്കന്മാർ പോലും ആ ജനത്തിന് വേണ്ടി കുരച്ച് ശബ്ദമുണ്ടാക്കാൻ അവരുടെ കൂടെ ഉണ്ടാവുകയില്ല എന്നും പറയുന്നു. ഇതിനോട് ഹോളോഫർണസ് എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം.